ഇത്തവണത്തെ ഹജ്ജ് കർമ്മങ്ങൾക്കായി ഇതുവരെ 5 ലക്ഷത്തിലേറെ തീർത്ഥാടകരെത്തി. വിമാനം വഴി അല്ലാതെ റോഡ് മാർഗവും കപ്പൽ മാർഗവും ഒക്കെ തീർത്ഥാടകർ വരുന്നു. അനധികൃത തീർത്ഥാടകരെ തടയാൻ മെക്കയിലേക്കുള്ള പ്രവേശന കവാടങ്ങളിൽ ശക്തമായ പരിശോധനയും നടക്കുന്നുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഹജ്ജ് തീർത്ഥാടകരുടെ ഒഴുക്ക് തുടരുകയാണ്. സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട കണക്കുപ്രകാരം 5,04,600 തീർത്ഥാടകർ സൗദിയിലെത്തി. ആകെ ഇഷ്യൂ ചെയ്ത ഹജ്ജ് വിസകളുടെ 36%. അതായത് 14 ലക്ഷത്തിലേറെ വിദേശ തീർത്ഥാടകർക്ക് ഇതുവരെ ഹജ്ജ് വിസ ഇഷ്യൂ ചെയ്തു. 10,100 തീർത്ഥാടകർ റോഡ് മാർഗവും 1,400 തീർത്ഥാടകർ കപ്പൽ മാർഗവും ബാക്കിയുള്ളവർ വിമാനമാർഗവുമാണ് ഇതുവരെ ഹജ്ജിനെത്തിയത്. കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ വരവും തുടരുകയാണ്. മക്കയിൽ ഉംറയും മറ്റു ആരാധനാ കർമ്മങ്ങളുമായി കഴിയുകയാണ് ഇപ്പോൾ മലയാളി തീർത്ഥാടകർ. വളരെ റാഹത്തോടെ കൂടെ വളരെ സന്തോഷകരമായ രൂപത്തിൽ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും കൂടാതെയാണ് ഈ പുണ്യഭൂമിയിൽ നമ്മൾ എത്തിച്ചേർന്നത്. അല്ലാഹു എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വളരെ ഏറെ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നുള്ളത്. അൽഹംദുലില്ലാഹ് വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ എത്തിപ്പെട്ടതിൽ. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ വർഷം തന്നെ ഇവിടെ എത്തി എന്നുള്ളത് വളരെ സന്തോഷമാണ്. ഞാനും ജ്യേഷ്ഠനും ഞങ്ങളെ ഭാര്യമാരോട് കൂടെ അൽഹംദുലില്ലാഹ്. അനധികൃത തീർത്ഥാടകരെ തടയാൻ വിമാനത്താവളങ്ങളിലും കടൽ വഴിയുള്ള പ്രവേശന കവാടങ്ങളിലും ശക്തമായ പരിശോധനയാണ് നടക്കുന്നത്. പെർമിറ്റില്ലാതെ ഹജ്ജിന് ശ്രമിക്കുന്നവരെ സഹായിക്കുകയോ ചെയ്താൽ തടവും പിഴയും നാടുകടത്തലും ഉൾപ്പെടെയുള്ള ശിക്ഷ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ.